റിയലിസം. നൗ ഇപ്പോൾ നമ്മൾ ഐഡിയലിസം പഠിച്ചു, നാച്ചുറലിസം പഠിച്ചു. ആക്ച്വലി ഇതിന് ശേഷം പ്രാഗ്മാറ്റിസത്തിന് മുമ്പ് വരുന്ന ഒരു ഇസമാണ് റിയലിസം എന്ന് പറയുന്നത്. സോ ദിസ് റിയലിസം, ദ ടേം കെയിം ഫ്രം ദ ലാറ്റിൻ വേർഡ് റിയലിസ്റ്റ്, ഹൂ ഈസ് ടു ബി റിയലി റിയൽ. ദാറ്റ് ഈസ്, ഐഡിയലിസം വിശ്വസിച്ചത് എന്തിനെയായിരുന്നു? മൈൻഡ്, തോട്ട് മുതലായതാണെങ്കിൽ ഇവർ വിശ്വസിച്ചത് എന്താണോ നമുക്ക് റിയാലിറ്റിയിൽ കാണാൻ കിട്ടുന്നത് അതിനെ മാത്രമേ നമ്മൾ റിയാലിറ്റി ആയിട്ട് വിശ്വസിക്കുക. നമ്മൾ ഓവറായിട്ട് പ്രകൃതിനെ ചിന്തിക്കേണ്ട കാര്യമില്ല, ഓവറായിട്ട് സ്പിരിറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് മുമ്പിൽ നമുക്ക് എന്ത് കാണാൻ കിട്ടുന്നുവോ, റിയലായിട്ട് എന്തുണ്ടോ, റിയൽ ഒബ്ജക്ട്സ് ആയിട്ട് എന്തുണ്ടോ ആ റിയാലിറ്റിയാണ് ഇവർ റിയാലിറ്റി ആയിട്ട് തന്നെ പെർസീവ് ചെയ്തത്. സോ റിയലിസം refers to the things exist whether or not the human mind perceives them. That is, human mind ഈ പറയുന്ന കാര്യങ്ങൾ പെർസീവ് ചെയ്താലും ഇല്ലെങ്കിലും, നമ്മൾ ഐഡിയലിസത്തിൽ പഠിച്ചത് അങ്ങനെയാണ്. ഹ്യൂമൻ മൈൻഡ് പെർസീവ് ചെയ്യുന്ന കാര്യത്തെയാണ് നമ്മൾ റിയാലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മൈൻഡ്. ഹ്യൂമൻ മൈൻഡിന് ഇത് അറിവ് കിട്ടിയാലും ഇല്ലെങ്കിലും, പെർസീവ് ചെയ്താലും ഇല്ലെങ്കിലും, റിയൽ ഒബ്ജക്ട്സ് ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ റിയാലിറ്റി ഉണ്ട്. അല്ലാതെ മൈൻഡല്ല ഒരു ഒബ്ജക്റ്റിൻ്റെ റിയാലിറ്റിയെ ഡിസൈഡ് ചെയ്യുന്ന ക്രൈറ്റീരിയ. ഫാക്ട്സ് അബൌട്ട് ദി ഫിലോസഫി ഓഫ് റിയലിസം: ഇൻഡിവിജ്വൽസ് ഡസ് നോട്ട് മേക്ക് റിയാലിറ്റി, ദേ ഓൺലി ഡിസ്കവർ ഇറ്റ്. ഇതായിരുന്നു ഇവരുടെ ഒരു വിശ്വാസം. അതായത് നമ്മളുടെ മൈൻഡ് ഒരിക്കലും ഒരു റിയാലിറ്റി ഉണ്ടാക്കി കൊണ്ടുവരുന്നില്ല. ആക്ച്വലി റിയൽ ആയിട്ട് കുറേ ഒബ്ജക്ട്സ് ഈ ലോകത്തുണ്ട്, അതെന്താണ് എന്ന് കണ്ടുപിടിക്കൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ആൻഡ് റിയലിസ്റ്റ് ടെൻസ് ടു ബിലീവ് ദാറ്റ് വാട്ട് വി ബിലീവ് നൗ ഈസ് ഓൺലി ആൻ അപ്രോക്സിമേഷൻ ഓഫ് റിയാലിറ്റി ആൻഡ് ദാറ്റ് എവറി ന്യൂ ഒബ്സർവേഷൻ ബ്രിങ്സ് എസ് ക്ലോസർ ടു അണ്ടർസ്റ്റാൻഡിങ് റിയാലിറ്റി. പക്ഷേ അതായത് സത്യം പറഞ്ഞാൽ അരിസ്റ്റോട്ടിലായിരുന്നു ഇതിൻ്റെ മെയിൻ ആൾ. അതായത് സോക്രട്ടീസ്, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പ്ലാറ്റോ, അതിൻ്റെ ശിഷ്യൻ അരിസ്റ്റോട്ടിൽ. പക്ഷേ മറ്റ് രണ്ട് ഗുരുക്കന്മാരും അവർ ഐഡിയലിസ്റ്റുകളായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് വന്ന ഒരു ശിഷ്യൻ റിയലിസ്റ്റായിട്ട് മാറുക എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ വന്ന മാറ്റങ്ങൾ എന്തായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, റിയൽ ഒബ്ജക്ട്സ് അവിടെ ഉണ്ട്, നമുക്ക് നോക്കിക്കഴിയുമ്പോൾ അത് എന്തെന്നുള്ളൊരു ഏകദേശ ഐഡിയ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അപ്രോക്സിമേഷൻ ഓഫ് റിയാലിറ്റിയെക്കുറിച്ച് നമുക്കിപ്പോൾ അറിവുള്ളൂ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ന്യൂവർ ഒബ്സർവേഷൻ നടത്തിയാൽ മാത്രമേ ആ ഒരു ഒബ്ജക്റ്റിനെ കുറിച്ചൊരു ക്ലോസർ അണ്ടർസ്റ്റാൻഡിങ്, ഇത്തിരി കൂടി ഗഹനമായിട്ട് അതിനെക്കുറിച്ചൊരു അറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. സോ അരിസ്റ്റോട്ടലിൻ്റെ വേർഡ്സ് ഇതാണ്: ഫോംസ് ഓർ ഐഡിയാസ് ക്യാൻ എക്സിസ്റ്റ് ഈവൻ വിത്തൗട്ട് മാറ്റർ, ബട്ട് ദർ കനോട്ട് ബി നോ മാറ്റർ വിത്തൗട്ട് ഫോം. സി, മറ്റവരെന്താ പറഞ്ഞത്, ഐഡിയലിസ്റ്റുകാരെന്താ പറഞ്ഞത്, എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്ന ഐഡിയയിലാണ്. നമുക്കൊരു കാര്യം നമ്മളുടെ ലോകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാകുമ്പോൾ മാത്രമേ അത് ഉണ്ടാകുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷേ അരിസ്റ്റോട്ടിൽ പറയുന്നൊരു കാര്യം, നമുക്ക് ഐഡിയ ഉണ്ടായാലും ഇല്ലെങ്കിലും ദാറ്റ് substance exists in the world. അപ്പം form or ideas can exist even without matter, but there cannot be no matter without form. അപ്പോൾ അത് നാച്ചുറലിസത്തിനെയും കൂടി ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അതായത് ഈവൻ മാറ്റർ ഇല്ലാതെ പോലും ഒരു പക്ഷേ ഐഡിയാസിൽ നിൽക്കാൻ പറ്റും, പക്ഷേ അതിനൊരു ഫോം ഉണ്ടായിരിക്കണം, അതിനൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് ആര് പോയിക്കൊണ്ടിരുന്നത്? അരിസ്റ്റോട്ടിൽ. അതായത് റിയൽ ഒബ്ജക്ട്സ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ആൻഡ് റസലിൻ്റെ ഒരു വേർഡ്സ് നമുക്ക് കാണാം: ഹി ബിലീവ്ഡ് ഫിലോസഫി ഷുഡ് ബി അനാലിറ്റിക്കൽ ആൻഡ് ബേസ്ഡ് ഓൺ സയൻസ്. നമ്മൾ എന്തൊരു കാര്യം യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കണം? അനലൈസ് ചെയ്ത് സയൻറ്റിഫിക് ആയിട്ട് പറയാൻ പറ്റുന്നതിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദെൻ അക്കോർഡിംഗ് ടു ജെ.എസ്. റോസ്, ദ ഡോക്ട്രിൻ ഓഫ് റിയലിസം അസേർട്സ് ദാറ്റ് ദർ ഇസ് എ റിയൽ വേൾഡ് ഓഫ് തിങ്സ് ബിഹൈൻഡ് ആൻഡ് കറസ്പോണ്ടിങ് ടു ദ ഒബ്ജക്ട്സ് ഓഫ് അവർ പെർസെപ്ഷൻ. നമ്മൾ പെർസീവ് ചെയ്യുന്ന കാര്യത്തിൻ്റെ ബാക്കിലായിട്ട് എന്തുണ്ട്? നിങ്ങൾ പെർസീവ് ചെയ്യുന്ന എന്തോ അതിൻ്റെ പുറകിൽ ഒരു റിയൽ ഒബ്ജക്ട്സ് ഉണ്ട്, അതിൻ്റെ ഒരു രൂപമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ റിയാലിറ്റി എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള ചില ഒബ്ജക്ട്സിലിരിക്കുകയാണ്. അത് നമ്മൾക്ക് ചിലപ്പോൾ പൂർണ്ണമായിട്ട് കാണാൻ പറ്റണമെന്നൊന്നുമില്ല, പക്ഷേ അതിൻ്റെ ഒരു പെർസെപ്ഷനാണ് നമ്മൾ റിയൽ വേൾഡായിട്ട് നമ്മൾ പെർസീവ് ചെയ്യുന്നത്. ദെൻ according to Butter, realism is a reinforcement of our common acceptance of this world as it appears to us. That is, seeing is believable. അദ്ദേഹം പറഞ്ഞത് ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് കാണുന്നുവോ അത് വിശ്വസിക്കുക. ഈ ലോകം എന്തെന്ന് പറയുന്നത് എന്താ? നമ്മൾ ഈ ലോകത്തെ എങ്ങനെ കണ്ടിട്ട് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് അവർ റിയാലിറ്റി. സോ ആ ഒബ്സർവേഷൻ എന്ന് പറയുന്നതിന് ഒരുപാട് പ്രാധാന്യം കൽപ്പിച്ചവരായിരുന്നു ആര്? നമ്മളുടെ റിയലിസ്റ്റുകൾ.
സോ റിയലിസം ഇറ്റ്സ് എ ഫിലോസഫി ഓഫ് 19th സെഞ്ച്വറി. പ്രാഗ്മാറ്റിസം ഇത്തിരി കൂടി കടന്നു വന്ന 20th സെഞ്ച്വറിയാണ്. ഇത് അതിൻ്റെ ഇടയിലുള്ളൊരു ഇസമാണെന്ന് ഓർക്കുക. സോ ഇറ്റ്സ് ഇൻ 19th സെഞ്ച്വറി. ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദ ബിലീഫ് ദാറ്റ് ഫിസിക്കൽ വേൾഡ് ഈസ് എലോൺ ഈസ് ഒബ്ജക്റ്റീവ്. നമ്മൾ കാണുന്ന ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ബേസ്ഡ്. അവിടെ ഒന്നേ ഉള്ളൂ, അത് ആ കാണുന്ന ഒബ്ജക്റ്റിൻ്റെ ബേസിൽ തന്നെയാണ്. ഇറ്റ്സ് എ വേൾഡ് ഓഫ് ഒബ്ജക്ട്സ് ആൻഡ് നോട്ട് ഓഫ് ഐഡിയാസ്. ഐഡിയാസിൻ്റെ ബേസിലല്ല നിൽക്കുന്നത്. നമുക്ക് ഐഡിയ ഉണ്ടായില്ലെങ്കിലും ഈ ലോകത്ത് ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതുണ്ട്, അത് എക്സിസ്റ്റ്. സോ ദ മെറ്റീരിയൽ ക്രിയേഷൻ ഇസ് മോർട്ടൽ ആൻഡ് ഫ്ലെക്സിബിൾ. അടുത്തൊരു പ്രശ്നം ഐഡിയലിസ്റ്റുകാർ പറഞ്ഞത് എന്തായിരുന്നു? നിങ്ങൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ നശ്വരമായിട്ട് ഉടനടി നശിഞ്ഞു പോകുന്നതാണെങ്കിൽ അത് റിയാലിറ്റി അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ റിയലിസ്റ്റുകാർ പറഞ്ഞത് മെറ്റീരിയൽ ക്രിയേഷൻ ഇസ് മോർട്ടൽ ആൻഡ് ഫ്ലെക്സിബിൾ. പല കാര്യങ്ങളും നശ്വരമായിട്ടുള്ള സംഭവങ്ങളാണ്, അത് നശിഞ്ഞു പോകും, അത് ഫ്ലെക്സിബിൾ ആവും. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇറ്റ് ഹാസ് നോ എക്സിസ്റ്റൻസ്. പക്ഷെ അത് നശിഞ്ഞു പോകും എന്നുള്ളത് കൊണ്ട് അതിന് എക്സിസ്റ്റൻസ് ഇല്ല എന്ന് അർത്ഥമില്ല. അതായത് ഇപ്പോൾ ഞാനുണ്ട്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ മരിച്ചു പോവുമായിരിക്കും. പക്ഷെ അതിൻ്റെ അർത്ഥം ഞാൻ ഇന്നില്ല എന്നല്ല. അപ്പം നശിഞ്ഞു പോകുന്ന എല്ലാ സാധനവും ഇന്നില്ല, അതിനർത്ഥമില്ല. മെറ്റീരിയൽ ക്രിയേഷൻ ഈസ് മോർട്ടൽ ആൻഡ് ഫ്ലെക്സിബിൾ ബട്ട് ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഇറ്റ് ഹാസ് നോ എക്സിസ്റ്റൻസ്. ഒരു സാധനം നശ്വരമാണെന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അത് ഫ്ലെക്സിബിളാണ്, മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ളത് കൊണ്ടോ, അതാ ഞാൻ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് പ്രായവ്യത്യാസം വരുന്നുണ്ട്, എനിക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്, നാളെ ഞാൻ മരിച്ചും പോകും. പക്ഷേ അതിൻ്റെ അർത്ഥം ഞാൻ ഇല്ല എന്നോ ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്നോ അല്ല. സോ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് മോർട്ടലായിരിക്കും, അത് ഫ്ലെക്സിബിൾ ആയിരിക്കും, പക്ഷെ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് റിയലിസ്റ്റ് ബിലീവ് ദാറ്റ് റിയാലിറ്റി എക്സിസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ്. മറ്റൊരു പറഞ്ഞാൽ എന്താ, ഒരു റിയാലിറ്റി, ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിന് പെർസീവ് ചെയ്യാൻ പറ്റണം. പക്ഷേ ഇവർ ഇത് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ ദി ഹ്യൂമൻ മൈൻഡ് ഓർ ഐഡിയാസ്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഹ്യൂമൻ മൈൻഡ്. സോ ദ അൾട്ടിമേറ്റ് റിയാലിറ്റി ഈസ് എ വേൾഡ് ഓഫ് ഫിസിക്കൽ ഒബ്ജക്ട്സ്. നമ്മൾ ഈ എന്താ ഫൈനൽ റിയാലിറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ലോകത്ത് കാണുന്ന ഫിസിക്കൽ ഒബ്ജക്ട്സ് എന്തൊക്കെയാണോ, അത് മനുഷ്യനായിക്കോട്ടെ, കസേര ആയിക്കോട്ടെ, കട്ടിലായിക്കോട്ടെ, നക്ഷത്രം ആയിക്കോട്ടെ, ഫാൻ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ആ കാണുന്നതൊക്കെ തന്നെയാണ് എന്ത് റിയാലിറ്റി എന്ന് പറയുന്നത്. സോ ദ ഫോക്കസ് ഇസ് അപ്പോൺ ദ ബോഡി ഓർ ദ ഒബ്ജക്ട്സ്. ഇവിടെ പ്രാധാന്യം അവർ കൽപ്പിക്കുന്ന എന്തിനു മാത്രമാണ്? ആ റിയൽ ആയിട്ടുള്ള ഒബ്ജക്ട്സിന് മാത്രമാണ്. ആൻഡ് ട്രൂത്ത് ഈസ് ഒബ്ജക്റ്റീവ്. ട്രൂത്ത് എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് അല്ല, അത് ഒബ്ജക്റ്റീവായിട്ട് ഒന്ന് തന്നെ ആയിട്ടുള്ളൊരു സംഭവമാണ്, വിച്ച് ക്യാൻ ബി ഒബ്സർവ്ഡ്. And contrary to idealism, it regards worldly realities of everyday life as true. ഇവർ പറയുന്നത്, ഐഡിയലിസം പറയുന്നത് പോലെയല്ല, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ജീവിതത്തിൽ എവറിഡേ ലൈഫിലുണ്ടാകുന്ന റിയാലിറ്റി എന്താണോ അത് തന്നെയാണ് യാഥാർത്ഥ്യം. സോ വാട്ട് ഈസ് ട്രൂ ആൻഡ് റിയൽ ഇൻ ഡെയിലി ലൈഫ് ഈസ് അഡ്മിസിബിൾ, വിച്ച് വി കനോട്ട് സീ ഓൺ ഫിസിക്കൽ ബേസിസ് ആൻഡ് ഹൂസ് റിയാലിറ്റി ഈസ് നോട്ട് ഫെൽറ്റ് ഈസ് ഇൻഅഡ്മിസിബിൾ ആൻഡ് അൺറിയൽ. നമുക്ക് ഡെയിലി കണ്ട് ജീവിച്ച് അനുഭവിച്ച് പോകുന്ന കാര്യങ്ങളെ റിയാലിറ്റി ആയിട്ട് നമുക്കിവിടെ ആക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ആൻഡ് വിച്ച് വി കനോട്ട് സീ ഓൺ ഫിസിക്കൽ ബേസിസ്, നമുക്ക് എന്താണോ ഫിസിക്കൽ ബേസിസ് കാണാൻ കഴിയാത്തത്, ആൻഡ് ഹൂസ് റിയാലിറ്റി ഈസ് നോട്ട് ഫെൽറ്റ്, അതിൻ്റെ റിയാലിറ്റി നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കതിനെന്തായിട്ട് വിശ്വസിക്കാം? അൺറിയലായിട്ട് നമുക്ക് വിശ്വസിക്കാം. സോ നമ്മുടെ ഡെയിലി ലൈഫിൽ വാട്ട് യു ഫീൽ ആസ് ട്രൂ ആൻഡ് റിയൽ, ദാറ്റ് ഈസ് അഡ്മിസിബിൾ ആസ് റിയാലിറ്റി. സോ ഇതായിരുന്നു എന്ത് ദ വ്യൂ പോയിൻ്റ് ഓഫ് റിയലിസം. ആൻഡ് ദസ് ഇറ്റ് ഒപ്പോസ്ഡ് ഐഡിയലിസം. അങ്ങനെയൊക്കെ ഒരു ചോദ്യം ചോദിക്കാം, ഹൗ റിയലിസം ഒപ്പോസ്ഡ് ഐഡിയലിസം. സോ ഐഡിയലിസത്തിൽ നമ്മൾ കാണുന്നതിന് അതീതമായിട്ട് നമ്മളുടെ ഐഡിയാസിൽ മൈൻഡിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഉള്ളത്. അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും റിയാലിറ്റിയാണ്. നമ്മൾ ഈ കാണുന്ന ഭൗതികത എന്ന് പറയുന്നത്, ഭൗതിക ലോകം എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെയോ മാനിഫെസ്റ്റേഷൻസ് ആണ്, അതല്ല റിയാലിറ്റി എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇവർ പറയുന്നത് നിങ്ങൾ ഡെയിലി ലൈഫിൽ എന്ത് കാണുന്നുവോ, എന്ത് അനുഭവിക്കുന്നതോ, ദാറ്റ് ക്യാൻ ബി ആക്സെപ്റ്റഡ് ആസ് റിയാലിറ്റി ആൻഡ് വിച്ച് കനോട്ട് സീ ഓൺ ഫിസിക്കൽ ബേസിസ്. നിങ്ങൾക്ക് ഫിസിക്കലി കാണാൻ പറ്റാത്തത്, നിങ്ങൾക്ക് അതിൻ്റെ റിയാലിറ്റി വിച്ച് ഇസ് നോട്ട് ഫെൽറ്റ്, നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാത്തത്, അതിനെ നിങ്ങൾ റിയാലിറ്റി ആയിട്ട് സ്വീകരിക്കണ്ട എന്ന് തന്നെയാണ് ആര് പറയുന്നത്? റിയലിസംകാർ പറയുന്നത്. So Aristotle, a student of Plato who broke his mentor's idealist philosophy, is called the father of both realism and scientific method. Now when we say that നിങ്ങൾക്ക് കാണുന്നതും അനുഭവിക്കുന്നതും ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റേഷനിലൂടെയും അറിയുന്നത് എന്ന് പറയുമ്പോൾ ആക്ച്വലി വി ആർ മൂവിങ് ഓൺ ടു ദി സയൻറ്റിഫിക് മെത്തേഡ്. സോ ആ ഒരു നാച്ചുറലിസത്തിൻ്റെയും കാലഘട്ടം കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും
ഈ പറയുന്ന റിയാലിറ്റിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്, അതും അല്ലെങ്കിൽ സയൻറ്റിഫിക് മെത്തേഡിലേക്ക് കൊണ്ടുവന്ന വ്യക്തി എന്ന് പറയുന്നത് ഐഡിയലിസം വിശ്വസിച്ചിരുന്ന പ്ലാറ്റോൻ്റെ ശിഷ്യനായ അരിസ്റ്റോട്ടിലാണ്. സോ ഹീ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ബോത്ത് റിയലിസം ആസ് വെൽ ആസ് സയൻറ്റിഫിക് മെത്തേഡ്. ആൻഡ് അരിസ്റ്റോട്ടിൽ ബിലീവ് ദാറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ആൻ ഒബ്ജെക്ട്സ് ഇറ്റ്സ് അൾട്ടിമേറ്റ് ഫോം ഹാസ് ടു ബി അണ്ടർസ്റ്റുഡ് വിച്ച് ഡസ് നോട്ട് ചേഞ്ച്. ഇദ്ദേഹം പറയുന്നത്, അതായത് കുറേ ഐഡിയലിസ്റ്റിക് വ്യൂ ചേർത്തിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ റിയലിസം വന്നിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ചില ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അതിനൊരു അൾട്ടിമേറ്റ് ഫോം ഉണ്ട്, അത് മനസ്സിലാക്കുക, അതൊരിക്കലും മാറില്ല. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് അദ്ദേഹം പറയുന്നതാണ്, ഇപ്പോൾ ഒരു റോസാപ്പൂ ഒരു മനുഷ്യന് ചിലപ്പോൾ റോസാപ്പൂ അറിയാത്ത ആൾക്കാരുണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു 2 വയസ്സുള്ളൊരു കുട്ടീനെ എടുത്തു, അല്ലെങ്കിൽ നമ്മളെ തന്നെ എടുത്ത് ആലോചിച്ച് നോക്കുക. നമുക്ക് 2 വയസ്സിൽ ചിലപ്പോൾ റോസാപ്പൂ അറിവുള്ള കുട്ടികളുണ്ടാവും, അറിവില്ലാത്തൊരു കുട്ടി ഉണ്ടാവാം. അറിവില്ലാനൊരു കുട്ടിയാണ് നമ്മളെന്ന് വിചാരിക്കുക, അതുകൊണ്ട് റോസാപ്പൂ ഈ ലോകത്ത് ഇല്ലാതെയാകുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു മൈൻഡ് അത് പെർസീവ് ചെയ്തോ, ഒരാളുടെ മൈൻഡിൽ റോസാപ്പൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അതിൻ്റെ ഫിസിക്കൽ എക്സിസ്റ്റൻസിനെയോ ഫിസിക്കൽ പ്രസൻസിനെയോ ബാധിക്കുന്നില്ല. So a rose can exist in the mind without being physically present, but ultimately the rose shares all the properties with other roses and flowers of its form. അതായത് ഇപ്പം ഞാനൊരു റോസാപ്പൂ എന്ന് പറഞ്ഞപ്പോൾ ഐ തിങ്ക് യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് സേ എന്ത് കളർ റോസാപ്പൂ ആണ് വന്നത്? അതല്ലാതെ വേറെ വല്ല കളർ ആരുടെയെങ്കിലും മനസ്സിൽ വന്നോ? ഓക്കെ, പിങ്ക് വന്നു. അപ്പം ഞാനൊരു റോസാപ്പൂ എന്ന് പറഞ്ഞപ്പോൾ പലരും റെഡ് റോസാപ്പൂ മനസ്സിലേക്ക് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ റെഡ് കളർ മാറ്റിയിട്ട് ഞാൻ പിങ്ക് റോസാപ്പൂ എന്ന് പറയുമ്പോൾ അത് റോസാപ്പൂ അല്ലാതെ മാറുന്നുണ്ടോ? ഇല്ല, അത് അപ്പോഴും റോസാപ്പൂ തന്നെയായിട്ട് നിൽക്കുകയാണ്. സോ ഇവർ പറയുന്നൊരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, റോസ് എന്നുള്ളതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്ന് ചിലപ്പോൾ എന്തായിരിക്കും, കളറായിരിക്കാം, പക്ഷേ അതിൻ്റെ ഫോം, റോസാപ്പൂവിൻ്റെ ഒരു ഫോം ഉണ്ട് അല്ലേ, അതിൻ്റെ രൂപവും അതിൻ്റെ ബാക്കി ക്യാരക്ടറിസ്റ്റിക്സും എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ മാറിയാൽ അതിൻ്റെ ബേസിക് ഫോം എന്ന് പറയുന്നത് ഒരിക്കലും മാറില്ല. സോ ആ ബേസിക് ഫോം നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളതിനെയും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കാണുന്നത് എന്തും, ഇപ്പം നിങ്ങളൊരു വെള്ള റോസാപ്പൂ കണ്ടിട്ട് റോസാപ്പൂക്കളൊക്കെ വെള്ളയാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ബേസിക് ഫോം ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ, ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പെറ്റൽസ് ഇരിക്കുന്നത്, ഇത് ഇങ്ങനെ ഈ ഒരു റോസ് എന്ന് പറയുന്നൊരു പൂവാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ആ ബേസിക് ഫോം മനസ്സിലാക്കിയാൽ അതിൻ്റെ ഉള്ളിൽ റിയാലിറ്റി ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ അരിസ്റ്റോട്ടിൽ വാസ് ദ ഫസ്റ്റ് ടു ടീച്ച് ലോജിക് ആസ് ഫോർമൽ ഡിസിപ്ലിൻ. നമ്മളെ ലോജിക്സ് അഥവാ എന്താ റീസണബിൾ ആയിട്ട് ഓരോ കാര്യത്തെ നോക്കിക്കാണാനും അതൊരു ഫോർമൽ ഡിസിപ്ലിൻ, അതൊരു മെയിൻ സബ്ജക്റ്റ് പോലെ ഒരു ഡിസിപ്ലിനായിട്ട് കൺസിഡർ ചെയ്ത് റീസണിങ് ഒരു വലിയ മെത്തേഡാക്കി എടുത്തുകൊണ്ട് പഠിപ്പിച്ച ഒരു വ്യക്തിയെ, റാഷണൽ തോട്ടിന് ഇമ്പോർട്ടൻസ് നൽകിയ ഒരു വ്യക്തിയാണ് അരിസ്റ്റോട്ടിൽ. ആൻഡ് അരിസ്റ്റോട്ടിൽ മാത്രമല്ല, ഇതിൻ്റെ ചീഫ് പ്രൊപ്പോണൻസ് ഫ്രാൻസിസ് ബെക്കോൺ, ജോൺ ലോക്ക്, ഹെർബർട്ട് സ്പെൻസർ മുതലായവരൊക്കെ ഇതിനകത്ത് വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു. സോ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് റിയലിസം ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് റിയലിസത്തിൻ്റേത്. റിയലിസം ഈസ് എ ഫിലോസഫി അവേ ഫ്രം ദ വേൾഡ് ഓഫ് ഐഡിയാസ് ആൻഡ് ഈസ് കൺസേൺഡ് വിത്ത് ദ സ്റ്റഡി ഓഫ് ദി വേൾഡ് വി ലിവ് ഇൻ. നമ്മൾ ജീവിക്കുന്ന യഥാർത്ഥ ലോകത്തെ ഇത് വിശ്വസിക്കുന്നു, അല്ലാതെ ഐഡിയാസിനെ കുറിച്ചൊന്നും ഇത് വിശ്വസിക്കുന്നില്ല. ആൻഡ് ബിലീവ്സ് ദാറ്റ് ഓൾ നോളജ് ഇസ് ഡിറൈവ്ഡ് ഫ്രം എക്സ്പീരിയൻസസ്. സയൻസിനാണ് ഇവിടെ പ്രാധാന്യം. ദെർഫോർ ദേ സീസ് ദാറ്റ് നമുക്ക് കിട്ടിയ എല്ലാ അറിവും എക്സ്പീരിയൻസസിൻ്റെ ബേസിലാണ്. ആൻഡ് റിയൽ വേൾഡ് ഈസ് ദ വേൾഡ് ഓഫ് നേച്ചർ. നമ്മൾ കാണുന്ന ഈ റിയൽ വേൾഡ് അതിനെ മാത്രമാണ് ഇവർ എന്തിനകത്ത് വിശ്വസിച്ചിരുന്നത്. എവറിത്തിങ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ യൂണിവേഴ്സ് ഇസ് മാറ്റർ ഓർ എനർജി ഓർ മാറ്റർ ഇൻ മോഷൻ. അതൊക്കെ അവർ സമ്മതിച്ചു. എന്താ നാച്ചുറലിസത്തിൻ്റെ ആ ഒരു വ്യൂ ഒക്കെ കുറച്ചൊക്കെ അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, ദാറ്റ് എവറിത്തിങ് ഈസ് എക്സിസ്റ്റ് ഇൻ മാറ്റർ. അതിനകത്ത് റിയാലിറ്റിയാണ് അവർ എടുത്തത്. ആൻഡ് ദേ സെഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ഇസ് എ പ്രിപ്പറേഷൻ ഫോർ ലൈഫ് ആൻഡ് ട്രൂത്ത് ഹാസ് ടു ബി ഡിസ്കവേർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സയൻറ്റിഫിക് മെത്തേഡ്സ്. സോ ഇതൊക്കെയായിരുന്നു ഇവരുടെ ഒരു പ്രിൻസിപ്പിൾസ് എന്ന് നമുക്ക് പറയാവുന്നത്. സോ ഇവരുടെ ബേസിക് പ്രിൻസിപ്പിൾസ് ഒന്നും കൂടി പറയണം. ഒരു 5 കാര്യങ്ങൾ ഇവർ പ്രാധാന്യം പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫിനോമിനൽ വേൾഡ് ഇസ് ട്രൂ. നമ്മൾ ഈ കാണുന്ന ലോകം തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മുടെ സെൻസസ് ആണ് ദ ഡോർസ് ഓഫ് നോളജ്. ദെൻ ഒപ്പോസിഷൻ ഓഫ് ഐഡിയലിസം ആയിരുന്നു ഇവിടെ നടത്തിയിരുന്നത്. ആൻഡ് മാൻ എന്ന് പറയുന്നതിന് ഒരുപാട് പ്രാധാന്യം അവർ നൽകിയില്ല. മെറ്റീരിയൽ വേൾഡ് ഈ ലോകത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ആൻഡ് ദേ ഗേവ് ഇമ്പോർട്ടൻസ് ടു എക്സ്പെരിമെൻറ്റ് ആൻഡ് ഒബ്സർവേഷൻ. സോ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് റിയലിസം. റിയലിസം എന്ന് പറയുമ്പോൾ റിയാലിറ്റി, റിയൽ ഒബ്ജക്ട്സ്, അത്രയും ചിന്തിച്ചാൽ മതി നിങ്ങൾ. അതുകൊണ്ട് തന്നെ എയിംസ് ഓഫ് എഡ്യൂക്കേഷനിൽ ഇവർ പറയുന്നത് ഈ ഭൂമിയിൽ
വളരെ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ജീവിച്ച് പോകാൻ എന്തൊക്കെ കാര്യങ്ങൾ വേണം. അപ്പം നാച്ചുറലിസത്തിൻ്റെ കുറച്ച് വ്യൂ ഇതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട്. എന്താ നമ്മളുടെ സെൽഫ് പ്രിസർവേഷൻ, ഏണിങ് എ ലിവിങ്, അപ്ബ്രിങ്ങിങ് ഓഫ് ചിൽഡ്രൻ, അതുപോലെ വെർത്തി സിറ്റിസൺഷിപ്പ്, യൂട്ടിലൈസേഷൻ ഓഫ് ലീഷർ ടൈം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ എയിമിനകത്ത് മെയിനായിട്ട് ഉൾപ്പെടുത്തിയത്. എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? കുട്ടിയെ യു ഷുഡ് പ്രിപ്പയർ ഹിം ഫോർ എ റിയൽ ലൈഫ്, then should develop the physical and mental powers of the child so that he can lead a happy and successful life. Then for developing and training his സെൻസസിനെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തിരിക്കണം. അതുപോലെ നാച്ചുറൽ ഡെവലപ്മെൻറ്റിന് അവനെ പ്രോപ്പറായിട്ട് നാച്ചുറൽ ഡെവലപ്മെൻറ്റിലൂടെ അവനെ കടത്തി വിടുക. ദെൻ ഹി ഷുഡ് ബി പ്രൊവൈഡഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, നല്ലൊരു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൊടുത്ത് അവനെ റിയാലിറ്റിയിൽ ജീവിക്കാൻ പ്രാപ്തനാക്കി മാറ്റുക. അതാണ് എയിം ഓഫ് എഡ്യൂക്കേഷനായിട്ട് പറയുന്നത്. ദെയർഫോർ ഇതിൻ്റെ കരിക്കുലത്തിൽ ദേ പ്രിഫേർഡ് സബ്ജക്ട്സ് ആൻഡ് ആക്ടിവിറ്റീസ് വിച്ച് ക്യാൻ പ്രിപ്പയർ ദ ചിൽഡ്രൻ ഫോർ ഡേ ടു ഡേ ലിവിങ്. ജീവിതത്തിൽ അവരെ ഓരോ ദിനത്തിലും പ്രാപ്തരാക്കി മാറ്റുന്ന സബ്ജക്ട്സാണ് അവർ കരിക്കുലത്തിൽ പറഞ്ഞത്. എന്ന് പറയുമ്പോൾ അതിനകത്ത് സയൻസ് ഉണ്ടായിരുന്നു, ലാംഗ്വേജസ് ഉണ്ടായിരുന്നു, വൊക്കേഷണൽ സബ്ജക്ട്സ് ഉണ്ടായിരുന്നു, ആർട്സ് ഉണ്ടായിരുന്നു, ലിറ്ററേച്ചർ സബ്ജക്ട്സ്, അങ്ങനെ എല്ലാം ചേർന്നിട്ടുള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കരിക്കുലമായിരുന്നു അവർ തന്നത്. ദെൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ ദേ ഗേവ് ഇമ്പോർട്ടൻസ് ടു ക്രിട്ടിക്കൽ റീസണിങ് ത്രൂ ഒബ്സർവേഷൻ ആയിരുന്നു അവരുടെ മെയിൻ മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഇതുകൂടാതെ ദ സപ്പോർട്ട്സ് പെർഫോമൻസ് ബേസ്ഡ് ടീച്ചിങ്, അതായത് ഇവർ ഡെമോൺസ്ട്രേഷൻ മുതലായ കാര്യങ്ങളൊക്കെ അതിനകത്തേക്ക് കടന്നു വന്നു. ലെക്ചറിങ്ങിന് പ്രാധാന്യം നൽകി, സോക്രട്ടീസിൻ്റെ ക്വസ്റ്റ്യൻ മെത്തേഡിന് ഇമ്പോർട്ടൻസ് നൽകി. ഇതുകൂടാതെ ഡെമോൺസ്ട്രേഷൻ, പെർഫോമൻസ് ബേസ്ഡ് ടീച്ചിങ് അങ്ങനെയുള്ള കാര്യത്തിന് ഇമ്പോർട്ടൻസ് നൽകി. സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് നൽകി. ഇതുകൂടാതെ നമ്മളുടെ ചെറുപ്പ ക്ലാസ്സസിൽ നമ്മൾ ചെയ്യുന്ന റിസൈറ്റ് ചെയ്ത് പഠിക്കുക, ഡ്രിൽസ്, എക്സസൈസ്, എക്സ്പെരിമെൻറ്റേഷൻ, ഡെമോൺസ്ട്രേഷൻ മുതലായ കാര്യത്തിന് പ്രാധാന്യം നൽകി. എനിവേ എഡ്യൂക്കേഷൻ ഷുഡ് പ്രൊസീഡ് ഫ്രം സിമ്പിൾ ടു കോംപ്ലെക്സ് ആൻഡ് ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ്. ആ രീതിയിൽ വളരെ ഒബ്ജക്ട്സിൻ്റെ റിയാലിറ്റി എന്തെന്നുള്ളത് അതിൻ്റെ ഫോം മനസ്സിലാക്കിയിട്ട് പ്രൊസീഡ് ചെയ്യുന്ന ഒരു രീതിയിലൂടെ കടത്തിവിട്ടു. ആൻഡ് റിയലിസം ആൻഡ് ടീച്ചറിനകത്തും ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും നമുക്ക് ടീച്ചറിൻ്റെ റോൾ എന്ന് ചോദിച്ചാൽ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ് എന്നുള്ളൊരു രീതിയിൽ പറയാം. സോ ടീച്ചർ ഈസ് ദ വൺ ഹു ബ്രിങ്സ് ദ ചൈൽഡ് ഇൻ ടച്ച് വിത്ത് ദ എക്സ്റ്റേണൽ റിയാലിറ്റീസ് ഓഫ് ലൈഫ്. ആ ഒരു ഉത്തരവാദിത്തം മറ്റിടത്ത് ഗുരു സ്പിരിച്വൽ ലൈഫിലേക്ക് ഒരു കുട്ടിയെ ബന്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ടീച്ചറിൻ്റെ പണി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കുട്ടിയെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുക. ആൻഡ് ഇമ്പാർട്ട് സയൻറ്റിഫിക് നോളേജ് ഇൻ ആൻ ഈസി ആൻഡ് ഇഫക്റ്റീവ് വേ ആൻഡ് ഗെറ്റ്സ് ടെസ്റ്റിംഗ് റിസൾട്ട്സ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് ടു പ്രൂവ് ദാറ്റ് സ്റ്റുഡൻസ് ആർ ദ ലേണിംഗ് ദ മെറ്റീരിയൽ. അത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരുപാട് ഇമ്പോർട്ടൻസ് ടീച്ചർക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഹി എക്സ്പോസസ് ദ സ്റ്റുഡൻസ് ടു ദ റിയാലിറ്റീസ് ഓഫ് ലൈഫ് ആൻഡ് ഹി എക്സ്പ്രസസ് ഹിസ് വ്യൂ ബട്ട് ഗെറ്റ് വോയിസ് ടു സ്റ്റുഡൻസ്. ടീച്ചർ തീർച്ചയായിട്ടും ടീച്ചറിൻ്റെ കാര്യങ്ങൾ പറയും, എങ്കിലും പ്രാധാന്യം നൽകേണ്ടത് ആർക്കാണ്? കുട്ടിയുടെ ശബ്ദത്തിന് തന്നെയാണ്. ദാറ്റ് മീൻസ് ഇവിടെ ഒരുപാട് പ്രാധാന്യം ആർക്കില്ല? ടീച്ചറിനില്ല, കുട്ടികൾക്ക് തന്നെയാണ്. ചൈൽഡ് സെൻറ്റേഡ് എഡ്യൂക്കേഷനാണ്, പക്ഷേ കുട്ടിയെ റിയാലിറ്റി ഓഫ് ലൈഫിലേക്ക് എക്സ്പോസ് ചെയ്യുക എന്നുള്ളത് ടീച്ചറിൻ്റെ ഉത്തരവാദിത്തമാണ്. ദെൻ ഡിസിപ്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. സെൽഫ് ഡിസിപ്ലിനാണ്. കുട്ടി സ്വയം അവൻ്റെ ഫീലിങ്സും ഡിസൈർസും ഒക്കെ കൺട്രോൾ ചെയ്യുക. ഹി ഷുഡ് പെർഫോം ഹിസ് ഡ്യൂട്ടീസ്. സ്വാഭാവികമായിട്ട് ഉത്തരവാദിത്തം വരുമ്പോൾ അവൻ്റെ ഡിസൈർസിനെയും ഫീലിങ്സിനെയും കൺട്രോൾ ചെയ്തോളും. ആൻഡ് ഹി മസ്റ്റ് ബി ഇൻ ക്ലോസ് ടച്ച് വിത്ത് ദ ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ലൈഫ് ആൻഡ് ഷുഡ് ലേൺ ടു അഡ്ജസ്റ്റ് ടു ഹിസ് എൻവയോൺമെൻറ്റ്. അതാണ് കുട്ടികളെ റിയാലിറ്റിയിൽ ജീവിപ്പിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ റിയാലിറ്റിയിൽ നിന്ന് കുട്ടിയെ ഒരിക്കലും നമ്മൾ ഒരുപാട് മാറ്റി പിടിക്കരുത്. അതിൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ ഒരു നടൻ ഇന്നലെ ആത്മഹത്യ ചെയ്തു എന്ന് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്, സത്യം നമുക്കറിയില്ല. അപ്പോൾ അത്തരം രീതിയിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ബിക്കോസ് ദേ കാൺ ഫേസ് ദ റിയാലിറ്റി. ആ റിയാലിറ്റി ഫേസ് ചെയ്ത് അതിൻ്റെ പ്രോബ്ലത്തെ ഉൾക്കൊണ്ട് നമ്മുടെ ലൈഫിനെ ലീഡ് ചെയ്യാൻ പറ്റുന്ന പ്രാപ്തിയിലേക്ക് കുട്ടിയെ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഫിലോസഫിയുടെ ഔട്ട്ലുക്ക്. ആ ഒരു രീതിക്ക് വേണം ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുവരാനും. ആൻഡ് ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ആൻഡ് ലേണിംഗ് കൊണ്ടുവന്നു. സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ മെത്തേഡ് കൊണ്ടുവന്നു. ദെൻ സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ടെസ്റ്റുകൾ നടത്തി. നിങ്ങൾ തേർഡ് പേപ്പറിൽ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു ഗ്രൂപ്പിനെ ഒന്നിച്ചെടുത്തിട്ട് അവർക്ക് വേണ്ടി ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയറിലൂടെ അതിനെ കടത്തിവിടുക, അതിൻ്റെ വാലിഡിറ്റി, റിലയബിലിറ്റി മുതലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് കോമൺ നോംസ് അതിനകത്ത് ഉണ്ടാക്കി കൊണ്ടുവരും. സോ ഇതുപോലെ നമുക്ക് ഓരോ ഇൻഡിവിജ്വലിസ്റ്റിക് ഇമ്പോർട്ടൻസ് അവിടെ നൽകിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ കമ്പയറും ചെയ്തിട്ടുണ്ട്. സോ ഇതുപോലത്തെ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകൾ സയൻറ്റിഫിക് ബേസിസിൽ ഓരോ കാര്യത്തെയും നമ്മൾ നോക്കിക്കാണാൻ തുടങ്ങി.
ലിമിറ്റേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും ഒബ്ജക്ട്സ് ആയിട്ട് കാണുമ്പോൾ നമ്മൾ ഇവിടെ ലേണറിനെയും ഒരു ഫിസിക്കൽ ഓർഗാനിസം ആയിട്ട് തന്നെ കാണുകയാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് പ്രാധാന്യം ചിലപ്പോൾ നമ്മൾ മനസ്സിനോ ഫീലിങ്സിനോ ഒക്കെ നൽകേണ്ടതായിട്ട് വരും. പക്ഷെ അങ്ങനെ ചിന്തിക്കാതെ ഒബ്ജക്റ്റിവിസം അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒബ്ജക്ട്സ് എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവിടെ കാണുന്നത്. സോ ആ ഒരു പ്രശ്നം ഒരു പക്ഷേ അവൻ്റെ എഫക്റ്റീവ് ആൻഡ് കൊഗ്നിറ്റീവ് ഡൊമൈനെ വേണ്ട രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ റിയലിസത്തിൻ്റെ ആയില്ല. എല്ലാം റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തന്നെ അറിയാം, ഇപ്പോൾ റിയാലിറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു പാട്ടും ഒരു ഡാൻസോ അല്ലെങ്കിൽ ഒരു സ്വപ്നം കാണലോ ഒക്കെ നമുക്ക് മനസ്സിന് നൽകുന്നതൊരു വലിയ കാര്യം തന്നെയാണ്. അതാണ് നമ്മൾ സോഫ്റ്റാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ റിയാലിറ്റി എന്ന് മാത്രം പറഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ കൊഗ്നിറ്റീവ് ആൻഡ് എഫക്റ്റീവ് ഡൊമൈനിനെ ബാധിക്കുന്നൊരു കാര്യം കൂടിയാണ് എന്നുള്ളത് ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. സോ ഇത്രയൊക്കെ ഇതിനകത്ത് പറയാനുള്ളൂ. വാല്യൂസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ വേൾഡ് തന്നെയാണ്. മാൻ വിൽ ഡിസ്കവർ ഹിസ് റിയാലിറ്റി വിത്ത് യൂസ് ഓഫ് സയൻസ് ആൻഡ് കോമൺ സെൻസും ഇതൊക്കെ വെച്ചിട്ട് അവൻ ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കും. ദെൻ മൈൻഡ് ഇസ് എ ഫങ്ഷനിങ് ആൻഡ് ഇസ് ഗിയർഡ് ടുവേർഡ്സ് ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവർ എന്തിനാ പ്രാധാന്യം നൽകിയുള്ളൂ? ഒബ്സർവേഷൻ, എക്സ്പീരിയൻസ്. വാല്യൂസ് മസ്റ്റ് ബി സ്റ്റഡീഡ് ടു ബി അപ്ലൈഡ് ഇൻ ആക്ച്വൽ സിറ്റിങ്സ്. റിയാലിറ്റി എന്തെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച്, അപ്പോൾ ഇവിടെയും എന്തല്ല വാല്യൂസ് ഫിക്സ്ഡ് അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ വാല്യൂസ് സെറ്റ് ചെയ്യുന്നത്. സോ ഇതൊക്കെയാണ് നമുക്ക് ഇസങ്ങളെ കുറിച്ച് റിയലിസത്തെക്കുറിച്ച് പറയാനുള്ളൂ. സോ താങ്ക് യു.